ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമരം തുടരുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കണ്ണൂർ പ്രതിഷേധത്തെ സംബന്ധിച്ച് മന്ത്രി കള്ളം പറയുന്നത് തുടരുകയാണെന്നും KSU ആരോപിച്ചു. തുറവൂരിൽ മന്ത്രി ഓൺലൈനായി പങ്കെടുത്ത പരിപാടിയിൽ കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം നടത്തി. CPIM പ്രവർത്തകർ സംഘടിച്ചതോടെ പോലീസ് ഇടപെട്ട് സംഘർഷ സാഹചര്യം ഒഴിവാക്കി. എന്നാൽ കണ്ണൂർ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ ചികിത്സാ പിഴവുകളിൽ മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ അതിരുവിട്ട പ്രതിഷേധത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും മന്ത്രിക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് KSU. ആരോഗ്യമന്ത്രിക്കെതിരെ കഴിയാവുന്ന രീതിയിലെല്ലാം പ്രതിഷേധം തുടരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ വ്യക്തമാക്കി. വളരെ ഗൗരവകരമായി KSU മന്ത്രിയെ കയ്യേറ്റം ചെയ്തുന്ന തരത്തിലേക്ക് മന്ത്രി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരിക്കുന്ന നാട്ടിലെ ഒരു ജനാധിപത്യ നാട്ടിലുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി ഇങ്ങനെ ആവർത്തിച്ച് കള്ളം പറയുമ്പോൾ ആ കള്ളം പൊതുജനത്തിന്റെ മുൻപിൽ തുറന്നു കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രി തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ വീണ ജോർജ് പൊതുപരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങി. ആലപ്പുഴയിലെ തുറവൂരിൽ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. പരിപാടിക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മന്ത്രിക്കെതിരെ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി. പ്രവർത്തകരെ തടയാൻ CPIM പ്രവർത്തകർ സംഘടിച്ചതോടെ ഉദ്ഘാടന പരിപാടിക്കിടെ സംഘർഷ സാഹചര്യമുണ്ടായി. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചതോടെ സംഘർഷം ഒഴിവായി. അതേസമയം കണ്ണൂരിൽ വീണ ജോർജിനെതിരെ അതിരുകടന്ന പ്രതിഷേധം നടത്തിയ കേസിൽ KSU പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി. നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം നൽകാനില്ലെന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ റിമാൻഡിൽ തുടരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.